ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആണ് ആൻഡ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ട് ഈ രണ്ട് സ്ഥലത്ത് പോയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആക്ച്വലി ഇത് ട്രിവാൻഡ്രത്തല്ല, ട്രിവാൻഡ്രത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ്. കൊല്ലത്താണ് വരുന്നത്, കൊല്ലം ജില്ലയിലായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ നമ്പർ 1 and location number 2. അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, കാറ്റ് കാരണം കേബിൾ കാറ് വർക്ക് ചെയ്യില്ല എന്നല്ല, കേബിൾ കാർ അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. സോ നടന്നു പോകണം. നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കയറണം. സോ 2 ഓപ്ഷനാണ് നമുക്ക് ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ടോപ്പിലെത്താനായിട്ട്. ഒന്ന് കേബിൾ കാർ, പിന്നെ ഒന്ന് നടന്നു പോകുമെന്ന് പറയുമ്പോൾ 826 സ്റ്റെപ്സാണ് കയറാനുള്ളത്. ഒരു അറൗണ്ട് 40 മിനിറ്റ്സ് ആണ് അവരുടെ ടൈം പറയുന്നത് മുകളിലെത്താനായിട്ട്. വെയിൽ കണ്ട ഭാഗ്യത്തിന് ഷെയ്ഡ്സ് എടുത്തിരുന്നു, തൊപ്പിയെടുത്തില്ല. സോ ഇവിടെ വരുന്നവർ പ്രിപ്പയർ ആയിട്ട് വരുന്നത് നല്ലതായിരിക്കും. ഒന്ന് ചെറിയ ബാക്ക് പാക്ക് കൈ കരുതിയാൽ നല്ലതായിരിക്കും. പിന്നെ ചെറിയ ബാക്ക് പാക്ക് എടുക്കുക, നല്ലപോലെ സൺസ്ക്രീൻ ഇട്ടിട്ട് വരാം. പിന്നെ വെള്ളം കയ്യിലെടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി അവർ കയറ്റില്ലാകത്ത്, അപ്പോൾ പ്ലാസ്റ്റിക് അല്ലാത്ത ഏതെങ്കിലും കുപ്പി എടുക്കാം. പിന്നെ ഓൺ ദ വേ ചെറിയ വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അത് കാരണം വെള്ളം അധികം ക്യാരി ചെയ്യണമെന്നില്ല. പിന്നെന്താ, ചെറിയ എന്തെങ്കിലും മിഠായിയോ എന്തെങ്കിലും എടുത്താൽ നല്ലതായിരിക്കും, ഇൻ കേസ് നിങ്ങൾ ടയർഡായിട്ട് തോന്നുകയാണെങ്കിൽ. ഞങ്ങളിതൊന്നും ഇല്ലാതെയാണ് പോകുന്നത്, അതാണ് അടുത്ത ട്വിസ്റ്റ്. ഓക്കെ, അപ്പം ഞാൻ ഇനി കുറച്ച് എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ കുറച്ച് കയറും, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, അങ്ങനെയാണ് പോകുന്ന വഴിക്ക്. ചില സ്റ്റെപ്പ് സ്റ്റീപ്പാണെന്നാണ് അവർ പറഞ്ഞത്. ഇതൊന്നും കുഴപ്പമില്ല, ചെറിയ സ്റ്റെപ്പുകളാണ്. ഇപ്പോഴേ കിതയ്ക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി എവിടെയെങ്കിലും എത്തിയിട്ട് കാണിച്ചു തരാം. ഓ, കുറച്ച് കയറിയാൽ കുറച്ച് നടക്കാനുള്ളൊരു സ്ഥലമുണ്ട്. 40 മിനിറ്റ് ഈ കയറ്റം കയറാമെന്ന് ആലോചിക്കുമ്പോഴാണ് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോണോടത്തോളം മറ്റേ കുറച്ചിറക്കാം. കേബിൾ കാർ ഉണ്ടാവില്ല എന്ന കാര്യം ആരും പറഞ്ഞില്ല. നമ്മൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് കാറ്റുണ്ടെങ്കിൽ കേബിൾ കാർ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്യും, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന. അയ്യോ, നല്ല സ്റ്റീപ്പ് ഇറക്കം. ഓക്കെ, ഞാൻ പിന്നെ കാണാം. മഞ്ഞ് കൊടയൊക്കെ ആയിട്ടാണ് വന്നത്. ഒരാൾ നടന്നു പോകാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കയറ്റത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ ഗുഹയ്ക്കൂടെ പോയിട്ട് നെക്സ്റ്റ് കയറ്റം. ചെറിയൊരു പ്രശ്നം പറ്റി. ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കയറുന്ന സമയത്ത് ടയർഡായിട്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടാണോ എന്നറിയില്ല, സ്റ്റെപ്പ് കയറുന്ന പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ പറ്റുന്നത് തോന്നുന്നു. ഗ്യാസ് കയറിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനിപ്പോൾ കുറേ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടയർഡ്. പകുതി ആയിട്ടില്ല, ജസ്റ്റ് പകുതി ആവുന്നേ ഉള്ളൂ നമ്മൾ സ്റ്റെപ്പ് കയറി.
ഇനി എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മിക്കവാറും ഞങ്ങൾ റിട്ടേൺ അടിക്കുമായിരിക്കും. ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ആക്ച്വലി സ്റ്റെപ്പ് കയറാനൊന്നും പ്രിപ്പയർ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം നെക്സ്റ്റ് ടൈം പൂർവാധികം ശക്തിയോടെ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ലൊക്കേഷൻ 1 നിന്ന് വിട പറയാണ് സങ്കടത്തോടെ. റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട് കേട്ടോ. ചെറിയ കുറച്ച് ഗിഫ്റ്റ് ഷോപ്സും സ്നാക്സും ജ്യൂസൊക്കെ കിട്ടുന്നത്. ഒരു AC ഉള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസാണ്. അയ്യോ ശരിക്കും ടയേർഡായിപ്പോയി. അപ്പോൾ പിന്നെ ശരിക്കും മുകളിൽ എത്തിയവരുടെ കാര്യം ആലോചിച്ചൊക്കെ അത്യാവശ്യം കുറേ സ്നാക്സൊക്കെ ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ സർവത്തൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ വാഷ്റൂം ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ക്ലീൻ വാഷ്റൂമാണ്. ഇന്ത്യനും യൂറോപ്യനും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, TV ഒക്കെ ഉണ്ട്. അങ്ങനെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. സോ നല്ല ഫ്രഷ് നിംബു പാനി അല്ല കേട്ടോ, സർവത്താണ്. അവർ ചില്ലിയും ലെമണൊക്കെ ഇട്ട് എന്നുവെച്ചാൽ കസ്കസൊക്കെ ഇട്ട് സൂപ്പർ സാധനം തന്നിട്ടുണ്ട്. എന്തൊരു സുഖം എന്നാ. ഇവിടെ കുറേ അയ്യപ്പന്മാർ വന്നിട്ടുണ്ട്. ഈ വെയിലത്ത് ചെരുപ്പിടാണ്ട് നടക്കുന്ന കാര്യം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ജഡായിപ്പാറ. ഇവിടെ നടന്ന ഒരു DJൻ്റെ വീഡിയോ ആണ് അവർ പ്ലേ ചെയ്യുന്നത്. ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടോ. ഇപ്പോൾ ടൈം 1:15 ആയി. പക്ഷേ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ തിരക്ക് കൂടിയത്. അയ്യോ എനിക്കറിയില്ല ഇവരൊക്കെ എങ്ങനെ കയറാൻ പറ്റുമെന്ന് മുകളിലേക്ക്. എനിക്ക് പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി. പകുതി ഓൾമോസ്റ്റ് പകുതി എത്തണം. പകുതി ജസ്റ്റ് കഴിയുന്നത് വരെ കൂടിയും കയറിയിട്ടോ. ഞങ്ങൾ കയറി നോക്കി, ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലോപ്പായ ജഡായു ട്രിപ്പിൽ നിന്ന് ഫസ്റ്റ് ലൊക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറി കാർ പാർക്കിങ്ങിലെത്തി. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. നല്ല വെയിൽ. ഇപ്പോഴാണ് തിരക്ക് കൂടിയ സത്യമായി. എനിക്കറിയില്ല ഈ ആൾക്കാരൊക്കെ എങ്ങനെ കയറുന്നു. എനിക്ക് ഗ്യാസ് കയറിയിട്ടാന്ന് തോന്നുന്നു ഛർദ്ദിച്ച് നിന്ന ഒരു സ്പോട്ട് കാണിച്ചില്ലേ. ആക്ച്വലി അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളൊരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സോളം അവിടെ നിന്നു. ഞാൻ നോക്കിയാണ്. അത് കഴിഞ്ഞ് ഒരു കുറച്ചും കൂടി സ്റ്റെപ്പ് നമ്മൾ കയറി ഒരു 60% എത്തി. പക്ഷേ എന്നിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം പിന്നെയും ആ ഒരു സാധിക്കാനുള്ളൊരു ടെൻഡൻസി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞ് വേറൊരു പോയിന്റ് എത്തിയപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടി ഛർദ്ദിച്ച്. അപ്പോൾ മനസ്സിലായി തിരിച്ചു വന്നത് നല്ല ഡിസിഷനായി കയറാനാണ്. അങ്ങനെ അത് ഛർദ്ദിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അല്ലാസ് താഴെ എത്തി. ഞങ്ങൾ നോക്കുമ്പോൾ കുറേ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, കുറേ പേര് കുഞ്ഞു കുട്ടികളായിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവരെങ്ങനെ മുകളിലേക്ക് എത്തുന്നു. ഇനി കുട്ടികൾക്ക് അത്രയും കയറി പറ്റില്ല എന്നല്ല, പക്ഷേ എനിക്കറിയില്ല. മേ ബി കുട്ടികൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ചിലപ്പോൾ നമ്മളെ കാട്ടിലും പെട്ടെന്ന് പറ്റുമായിരിക്കാം. എനിക്ക് പിന്നെ തോന്നുന്നു ഫിസിക്കലി അത്ര നമ്മൾ ഫിറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് ടയർഡായത്. സോ ഇവിടെ വരുന്നത് സ്റ്റെപ്പ് കയറാൻ പ്ലാൻ ചെയ്യുന്നവർ അതൊന്ന് പ്രിപ്പയർ ആയിട്ട് വരാം. പിന്നെ നല്ല ഒരു കാര്യം പറയാനുള്ളത്, നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഇതൊരു 15,000 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ ജഡായു ബേർഡ്സ് സെൻറ്റർ. ബിഗ്ഗസ്റ്റ് ബേർഡ് സ്കൾപ്ചറാണ്. ആൻഡ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഫേമസ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഗുരു എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ കുറേ സിനിമകളുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ബട്ടർഫ്ലൈസ്, കാശ്മീർ, അങ്ങനെ കുറേ സിനിമകളുണ്ട്. രാജീവ് അൻചൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് സ്കൾപ്ചറാണ്. സോ പുള്ളിയാണ് ഇതിൻ്റെ പിന്നിലുള്ള, പുള്ളിയുടെ ഒരു ക്രിയേഷനാണ് ഈ ബിഗ് ജഡായു. സോ ഈ ജഡായുവിൻ്റെ സ്റ്റാച്ചു ക്രിയേറ്റ് ചെയ്തേക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തിൽ ജഡായു സീതേനെ കൊണ്ട് രാവണൻ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ടൈമിൽ രാവണൻ ജഡായുവിൻ്റെ ചിറക് വെട്ടി, അങ്ങനെ വെട്ടിയിട്ട് ജഡായു ചെന്ന് വീഴുന്ന ആ ഒരു സ്പോട്ടിലാണ് ഈ സ്റ്റാച്ചു, മലയുടെ പുറത്ത് സ്റ്റാച്ചു കണ്ടേക്കെന്നാണ് പറയുന്നത്. ഇത് ഞാൻ വായിച്ച് കേട്ട അറിവാണ്. എന്തെങ്കിലും തെറ്റുന്നെങ്കിൽ ക്ഷമിക്കാം. ഞാൻ കറക്റ്റ് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ആൾക്കാർ കയറുന്നു, മൈ ഗോഡ്. പക്ഷെ അതൊരു ഭയങ്കര ഒരു
എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും ആൾക്കാർ കാരണം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തിറങ്ങി. അവിടെ നിന്ന് ഇനി ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. 1:30 ആയി ടൈം. അപ്പോൾ ഇനി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ പറഞ്ഞല്ലോ. സെക്കൻഡ് ലൊക്കേഷൻ പറഞ്ഞാൽ അത് മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫസ്റ്റ് ലൊക്കേഷൻ ഫ്ലോപ്പായി പോയി. മനുവിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മനു കയറാൻ ഫുള്ളി റെഡി ആയിരുന്നു. പക്ഷേ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. ആൻഡ് കേബിൾ കാർ എപ്പോൾ വർക്കിംഗ് ആവുമെന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ലഞ്ച് കഴിക്കാൻ അവിടെ എത്തിയിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ഷീണം തീർക്കാനായിട്ട് കറക്റ്റ് ലഞ്ച് കഴിക്കുന്ന സമയം കൂടി ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ വഴിയോര കടയിൽ വന്നിട്ടാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. വെയിറ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ സ്ഥലത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അല്ല, നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിലെത്തി. സാമ്പ്രാണിക്കൊടി. ഇവിടെ നല്ല തിരക്കുണ്ട്. പാർക്കിങ്ങിനൊന്നും സ്ഥലം എളുപ്പത്തിൽ കിട്ടുന്നില്ല. ഇവിടെ കണ്ട കുറേ ബോട്ടുകളുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മളിനി നമ്മളുടെ ഐലൻഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഐലൻഡിലാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ വെള്ളത്തിൽ നടക്കാൻ പറ്റുന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് മനോജിച്ചു, ഇതെൻ്റെ കുഞ്ഞു പിള്ളേരെ പോലത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന്. ഇതിൻ്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലായത്. ഫുൾ കൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മെറ്റീരിയൽ അത്യാവശ്യം കോട്ടൺ ടൈപ്പാണ്. അപ്പോൾ ചൂടെടുക്കില്ല, കംഫർട്ടബിളാണ് ടാനിന്. പിന്നെ ഈ ഡ്രസ്സ് ഷോർട്ട് ഡ്രസ്സ് ഇട്ടതിൻ്റെ കാരണം അതിപ്പോൾ നിങ്ങൾ കാണും. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വന്നു. സോ ഈ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു നീ ലെവൽ വരെയാണ് വെള്ളം വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കാരണം എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഈവൻ ഇൻ കേസ് ഇപ്പം നനഞ്ഞാലും കുഴപ്പമില്ല, കാരണം അത്രയ്ക്ക് വെയിലാണ്. അപ്പോൾ അഥവാ നനഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ഉണങ്ങിക്കോളും. അങ്ങോട്ട് പോവാം. ഇത് ടെർമിനൽ 1. ഇവിടെ ഒരു കുറേ കടകളും കുഞ്ഞ് ഷോപ്പിങ്ങും ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം എവിടെയാണ് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റ് ഉണ്ട്, കുഞ്ഞ് കടകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആക്ച്വലി നമ്മൾ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ഐലൻഡിൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഐലൻഡിൽ പ്രത്യേകതകൾ എന്താണെന്ന്. ഇങ്ങനെ ടിക്കറ്റ് എടുത്തു. നമ്മളിനി ബോട്ടിൽ കയറണം. നല്ല വെയിൽ. സമയം 4:05 കേട്ടോ. 4 മണിയാണ്. തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് വരണമായിരിക്കും നല്ലത്. 1 hour ഈ ടിക്കറ്റിൻ്റെ ടൈം പീരീഡ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ 1 hourനുള്ളിൽ 1 hour കഴിയുമ്പോഴേക്കും തിരിച്ച് വരണം. പിന്നെ 4:30 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഇപ്പോൾ ഓൾറെഡി 4 മണിയായി. എത്ര നേരം നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾക്ക് ഉള്ള ടൈം എൻജോയ് ചെയ്യാം. വളരെ സാഹസികമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കൈ ബോട്ടിന് പുറത്താണ്. ഫോൺ താഴെ പോയി. നല്ല കാറ്റുണ്ടല്ലോ. ഞാൻ അധികം റിസ്ക് എടുക്കുന്നില്ല, കാരണം ഫോണാണ് ആ കൂടെയുള്ളൊരു സമ്പത്ത്. ഇങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെത്തി. കണ്ടോ, വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാം. ഇവിടെ ആഴം അധികം ഇല്ല. ഇതിൻ്റെ അടിയിൽ കല്ലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫ്ലോർ എന്ന് പറയുന്നത് കല്ലാണ്. അപ്പോൾ താഴെ നിന്നൊന്നും പോയില്ല എന്ന് പറയണേ. ഡ്രസ്സ് നനഞ്ഞോട്ടെ അല്ലേ, കുഴപ്പമില്ല അല്ലേ. ഇത്തിരി എന്തായാലും കുറച്ച് നനയും, കുഴപ്പമില്ല. കാരണം എൻ്റെ ഈ ഒരു ജസ്റ്റ് ഒരു ഇത്രയും നനയും, കുഴപ്പമില്ല. ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ പായലൊക്കെയാണ്, പക്ഷെ കൊള്ളാം. നല്ല വെയിലുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. കടയല്ല, ഇങ്ങനെ ഫ്ലോട്ടിങ്, ഇങ്ങനെ പച്ചമാങ്ങ ഉണ്ടോ, പച്ചമാങ്ങ, പൈനാപ്പിൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിച്ചുകൊണ്ട് നടക്കാം. വീടല്ലേ, നല്ല തിരക്കുണ്ട്. ഇത്രയും വെയിലായിട്ട് കൂടി നല്ല തിരക്ക്. ഇങ്ങനെ നടക്കാനൊരു രസം. ക്രൗഡ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി
അടിപൊളിയായിരുന്നു. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഇത്രയും ക്രൗഡ് ഇല്ലാത്തൊരു ടൈം നോക്കി വരാണെങ്കിൽ നല്ലൊരു ഇതാണ്. കുറച്ച് നനയെന്നല്ലേ പറഞ്ഞത്, നനയാക്കി ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പായലൊക്കെ വരുമ്പോൾ നമ്മളിപ്പോഴത്തെ പാമ്പാണെന്ന്, പക്ഷെ പാമ്പല്ല പേടിക്കണ്ട. നനയാന്ന് ഇത്ര എത്തി കുറച്ച് കൂടി വരുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു വൈബാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല. നമുക്ക് കുറച്ച് എന്തെങ്കിലും കഴിച്ചാലോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസിന് ശേഷം തിരിച്ച് ബോട്ടിൽ കയറി. ഞങ്ങളുടെ ബോട്ടിലിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആൾക്കാർ വരണം, വെയിറ്റിംഗ് ആണ്. എല്ലാവരും വന്നാലേ ബോട്ട് എടുക്കുകയുള്ളൂ. വെയിൽ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമുക്ക് അധികം നേരമൊന്നും സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല, പക്ഷേ വെയിലാണൊരു പ്രോബ്ലം. നമ്മൾ നനയും, അതായത് ഒരു അര വരെ നനയും. അപ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാം. കാര്യം ഞങ്ങൾ ഒരു എക്സ്ട്രാ ഒരു പെയർ ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കാറിൽ, അതവിടെയാണ്. പക്ഷേ ഈ മാറ്റി ഇടാനൊക്കെ ഉള്ളൊരു മടി മീൻസ് അത് വിചാരിച്ചിട്ടാണ്, നനയും വിചാരിച്ച് നമ്മളിങ്ങനെ പൊക്കിയിട്ട് നടക്കുന്നൊരു കോൺഷ്യസ് ആയി നടക്കുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം നമുക്കതില്ല. നനഞ്ഞോട്ടെ കുഴപ്പമില്ല എന്ന് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അർമാദിച്ച് നടക്കാം. ചില സ്ഥലത്ത് കുറച്ച് ഡെപ്ത് കൂടുതലാണ്. ഡെപ്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ അര വരെ തന്നെ ഉള്ളൂ. കുട്ടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫുൾ നനയും. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ ഡ്രസ്സും തോർത്തും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നല്ല ടേസ്റ്റാണ് എരിവുള്ള പൈനാപ്പിളും പച്ചമാങ്ങയും ഈ വെയിലത്ത് ചൂടത്തും കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമായിരുന്നു. ഓടിക്കാൻ ആരുമല്ലേ, ഡ്രൈവർ സീറ്റിൽ മൈ ഹസ്ബൻഡ്. അത് തറാണ് ഇരിക്കണേ. അടിപൊളി. ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ടോ. സോ ഇത് സെയിൻറ്റ് എലിസബത്തിൻ്റെ ചേർച്ചാണ്. ഞാൻ ആദ്യമായിട്ട് സെയിൻറ്റ് എലിസബത്തിൻ്റെ ചേർച്ച് കാണുന്നത്. അപ്പം എൻ്റെ പേരിലുള്ള പുണ്യാളത്തിയുടെ പള്ളി ആയത് കാരണം, പിന്നെ ഇന്ന് ഞായറാഴ്ച കൂടെയാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയ പള്ളി, അവിടെ ഒരു വലിയ ഹോളൊക്കെ പണിയുന്നൊക്കെ കേട്ടോ. നല്ല വലിയ ഗ്രാൻഡ് പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഔട്ടിങ് ഇത് അവസാനിക്കുകയാണ് ഇവിടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.